ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നതുപോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെപ്പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്കോർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയ കൊണ്ടാണ് ആ പേര് വന്നത്. അവലംബം: ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റു. ആദിമ മനുഷ്യന്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെക്കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? പൂർവികരെ കണ്ടെത്താം. BCE CE കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിനു മുമ്പ് ബിഫോർ കോമൺ ഇറ BCE, പൊതുവർഷവും കോമൺ ഇറ CE. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി BC AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. ക്രിസ്തു ജനിച്ചതിന് മുമ്പുള്ള കാലം BC എന്നും ബിഫോർ ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള കാലം AD അനോ ഡൊമിനി എന്നും അറിയപ്പെട്ടിരുന്നു. ഇന്ന് ഇത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത്. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. ഒരു ദശലക്ഷം വർഷം എന്നാൽ 10 ലക്ഷം വർഷമാണ്. മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചിട്ടാണ് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സാണ് മനുഷ്യ ഫോസിലുകൾ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യന്റെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തുന്നത്. ഫോസിലുകൾ: പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യപരിണാമം: മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ് മനുഷ്യപരിണാമത്തെക്കുറിച്ചിട്ട് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന് പേര് നൽകി. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. ചാൾസ് ഡാർവിൻ. 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതിശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. എന്തൊക്കെയാണ് വിശദീകരിച്ചത്? എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. മനുഷ്യരുടെ പൂർവികർ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ
പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. പരിമാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് നോക്കാം. പ്രൈമേറ്റുകൾ സസ്തനികളിൽ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ. അടുത്തത് ഹോമിനോയിഡുകൾ. ഹോമിനോയിഡുകൾ എന്ന് വെച്ചാൽ 4 കാലിൽ നടത്തം. ഹോമിനോയിഡുകളുടെ പ്രത്യേകത 4 കാലിൽ നടത്തം. ഈ ഹോമിനിഡുകളുണ്ട്, അതാവുമ്പോൾ 2 കാലിൽ നടത്തം. ഹോമിനിഡുകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ആസ്ട്രലോപിത്തേക്കസും പിന്നെ ഹോമോയും. ഹോമോ, ആസ്ട്രലോപിത്തേക്കസ്. ഇതിൽ ഹോമോയെ തന്നെ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിങ്ങനെ 3ആയി തിരിച്ചു. ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാക്കളാണ്. ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യർ. ബുദ്ധിയുള്ള മനുഷ്യരാണ് ഹോമോ സാപ്പിയൻസ്. ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാക്കൾ. ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിയസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിവയെന്ന് ഫ്ലോ ചാർട്ടിൽ നിന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്, ബുദ്ധിയുള്ള മനുഷ്യരാണ്. ഇനി മനുഷ്യ വികസനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത്. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു. ചുറ്റുപാടുകളിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്നറിയപ്പെട്ടു. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിലാണ് ശിലായുഗം എന്ന് പേര് വന്നത്. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. ശിലായുഗത്തെ ഏതൊക്കെ? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. പ്രാചീന ശിലായുഗം. ശിലായുഗത്തിൻ്റെ ആദ്യ ഘട്ടമാണ് പ്രാചീന ശിലായുഗം. പരുക്കൻ കല്ലുകളാണ് വെച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത്. ശേഖരണവും വേട്ടയാടലുമായിരുന്നു ഇവരുടെ ഉപജീവന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടമാണ് പ്രാചീന ശിലായുഗം. പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഇവരുണ്ടാക്കിയിരുന്നത്. ശേഖരണവും വേട്ടയാടലുമായിരുന്നു ഇവരുടെ ഉപജീവനം. ഇനി അടുത്ത മധ്യശിലായുഗം. സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി. മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി. നവീന ശിലായുഗം. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇനി ഭിംബേട്ക എന്ന് പറയുന്നത് എന്താണ്? ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭിംബേട്ക മധ്യപ്രദേശിലാണ് ഉള്ളത്. ഇവിടെയാണ് ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് ഭിംബേട്ക. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മോട് പറയുന്നു. അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ. ഭിംബേട്ക അവിടുത്തെ ഗുഹാചിത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും. കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് നമുക്കറിയാം. കൃഷി ചെയ്യാൻ ആരംഭിച്ച മനുഷ്യർക്ക് കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം അനിവാര്യമായി വന്നു. കൃഷി പരിപാലിക്കാനും കൃഷിയിടങ്ങളെ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കാനും മൃഗപരിപാലനത്തിനുമായി അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി സ്ഥിരവാസം ഉറപ്പിച്ചു. സ്ഥിരവാസം മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്? സ്ഥിരവാസവും മാറ്റങ്ങളും. വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. ജനങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ സ്ഥിരതാമസം തുടങ്ങിയതോടെ ജനങ്ങൾ തമ്മിൽ പരസ്പരം ഇടപഴകുകയും അതുവഴി സംഘടിത സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു. ശിലയിൽ നിന്നും ലോഹത്തിലേക്ക്. മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ലോഹം. ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്ന് അറിയപ്പെട്ടു. മണ്ണ് ഉഴുതുമറിക്കാനും മരങ്ങൾ മുറിക്കാനുമൊക്കെയുള്ള കാഠിന്യവും ഉറപ്പും ചെമ്പിന് കുറവായതിനാൽ ചെമ്പും ഈയവും കൂട്ടിച്ചേർത്ത് കാഠിന്യവും ഉറപ്പുമുള്ള വെങ്കലം എന്ന ലോഹസങ്കരം അവർ നിർമ്മിച്ചു. ചെമ്പും ഈയവും കൂട്ടിച്ചേർത്താണ് കാഠിന്യമുള്ള
വെങ്കലം നിർമ്മിച്ചെടുത്തത് എന്ന ലോഹസങ്കരം നിർമ്മിച്ചെടുത്തത്. വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള കാലഘട്ടം വെങ്കലയുഗം എന്നറിയപ്പെടുന്നു. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ മനുഷ്യജീവിതത്തിന് കാതലായ മാറ്റങ്ങളുണ്ടായി. ഇവ എന്തൊക്കെയാണ്? വെങ്കലയുഗത്തിൻ്റെ ഉപയോഗം മനുഷ്യജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകമായി. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദന വർധനവിന് കാരണമായി. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു. അപ്പോൾ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായിച്ച്. അതുവഴി കൃഷിയുടെ വ്യാപനം കാർഷികോൽപാദന രംഗത്ത് വർധനവിന് കാരണമായി. പിന്നീട് കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിയൊരുക്കി. പിൽക്കാലത്ത് ഈ കൈമാറ്റ കേന്ദ്രങ്ങൾ എന്തായി മാറി? പട്ടണങ്ങളായും നഗരങ്ങളായും രൂപപ്പെട്ടു. ഇനി വെങ്കലയുഗ സംസ്കാരങ്ങൾ. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഈ മാറ്റങ്ങളുടെ ഫലമായി നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിൽ രൂപപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ? ഹാരപ്പൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ, പിന്നീട് ചൈനീസ്. വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന 4 പ്രധാന സംസ്കാരങ്ങളെ ചുവടെ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ കണ്ടെത്തൂ. ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം, നൈൽ നദിയുടെ തീരത്തായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലായിരുന്നു മെസപ്പൊട്ടേമിയൻ. അടുത്ത ഹാരപ്പൻ സംസ്കാരം സിന്ധു നദീതടം കേന്ദ്രീകരിച്ചായിരുന്നു. ഇനി ഹൊയാഹോ നദീതടം കേന്ദ്രീകരിച്ച സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. അടുത്ത വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? ഫലഭൂയിഷ്ഠമായ മണ്ണ്, ജലലഭ്യത, അനുകൂലമായ കാലാവസ്ഥ. മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ ഏതൊക്കെ നദികൾക്കിടയിലാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം രൂപപ്പെട്ടത്. മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിൻ്റെ ഭാഗമാണ്. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൻഡിയൻ എന്നീ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ. അപ്പോൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരങ്ങൾ 4 സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതാണ്. ഏതൊക്കെയാണ്? സുമേറിയൻ ഉണ്ട്, ബാബിലോണിയൻ ഉണ്ട്, അസീറിയൻ ഉണ്ട്, കാൽഡിയൻ ഉണ്ട്. ഇനി നഗരജീവിതവും എഴുത്തുവിദ്യയും. മെസപ്പൊട്ടേമിയയിൽ നഗരജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. മെസപ്പൊട്ടേമിയയിൽ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരങ്ങളായിരുന്നു ഉറൂക്ക്, ലഗാഷ് മുതലായവ. ഏതൊക്കെയായിരുന്നു പ്രധാന നഗരങ്ങൾ? ഉറുണ്ട്, ഉറൂക്ക്, ലഗാഷ് എന്നിവ. മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്തു സമ്പ്രദായം എന്ത് പേരിൽ അറിയപ്പെട്ടു? ക്യൂണിഫോം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതാണ് ക്യൂണിഫോം ലിപി. ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. ആപ്പിൻ്റെ ആകൃതിയിലുള്ള, അതായത് വെഡ്ജ് ഷേപ്ഡ് ചിത്രലിപികളാണിത്. കരിങ്കൽ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ് കളിമൺ ഫലകത്തിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്. ഈ ലിപി എന്ന് പറയുന്നത് സുമേറിയക്കാർ വികസിപ്പിച്ചെടുത്തതാണ്. ഇതിൻ്റെ ആകൃതി എന്ന് പറയുന്ന ആപ്പിൻ്റെ ആകൃതിയാണ്. ഒരു ചിത്രലിപിയാണിത്. കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത്. അതിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് എന്താണ്? കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ്. ഇനി അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? ശാസ്ത്രവും ഗണിതം, നിയമം എന്നിങ്ങനെ 2 രീതിയിലുള്ള ഏറ്റവും മികച്ച സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. ശാസ്ത്രവും ഗണിതത്തിൽ എന്തൊക്കെ കൊണ്ടുവന്നു? ചന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും ഒക്കെ കണ്ടെത്തിയത് ഇവരാണ്. ഇനി നിയമം എന്തൊക്കെയായിരുന്നു? സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചിരുന്നത്. ഡുൻഗിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ക്രോഡീകരിച്ചത്. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഈ സുംഗിയുടെ കാലഘട്ടത്തിൽ നിയമങ്ങൾ പരിഷ്കരിച്ചതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്ന് പറയുന്നത്. ഇനി ഹമ്മുറാബിയുടെ നിയമസംഹിത എന്താണ്? ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ, അതായത് BCE 1792-1750 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു ഹമ്മുറാബി.
ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയാണ് ഹമ്മുറാബിയൻ നിയമസംഹിത എന്നറിയപ്പെടുന്നത്. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയാണ് ഈ ഹമ്മുറാബിയൻ നിയമസംഹിത. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഈ നിയമസംഹിതയിൽ നിന്നുള്ളതാണ്. ഇനി സിഗുറാത്തുകൾ. മെസപ്പൊട്ടേമിയക്കാരുടെ ഒരു പ്രധാന ആരാധനാലയങ്ങളായിരുന്നു സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരുന്നത്. നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഇതാണ് സിഗുറാത്ത്. അടുത്തതാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെയായിരുന്നു? നൈൽ നദീതടത്തിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന നഗരം ഏതായിരുന്നു? കെയ്റോ ആയിരുന്നു. ഈജിപ്തിലെ രാജാക്കന്മാർ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് പിരമിഡുകൾ. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജീവിത മാർഗം. ഗോതമ്പ്, ബാർലി, തിന, പയർവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടങ്ങളിൽ സമൃദ്ധമായി വളർന്നിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. നൈൽ നദിയുടെ തീരത്ത് ഭയങ്കര കാർഷിക സമൃദ്ധിയായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു നാഗരികത ഉയർന്നു വന്നത്. അതിനാൽ ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പിരമിഡുകൾ എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകൾ. ഗിസയിലെ മഹത്തായ പിരമിഡ് ഏറ്റവും വലുതും പ്രശസ്തവുമാണ്. പിരമിഡുകളിൽ ഏറ്റവും വലുത് ഏതാണ്? ഗിസയിലെ മഹത്തായ പിരമിഡ്. ഇനി മമ്മികൾ. മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹമാണ് മമ്മി എന്നറിയപ്പെടുന്നത്. ഫറവോ ആയിരുന്ന തൂത്തൻഖാമൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. തൂത്തൻഖാമൻ്റെ ഫറവോയാണ് ഏറ്റവും പ്രശസ്തമായത്. പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിക്കുന്നത്. ഇനി എഴുത്തുവിദ്യ. മെസപ്പൊട്ടേമിയയുടേതുപോലെ തന്നെ ഈജിപ്തിലും എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആ എഴുത്തുവിദ്യയുടെ പേരാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് പറയുന്നത്. പുരാതന ഈജിപ്തുകാരുടെ എഴുത്തു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിച്ചേർത്തതാണ് ഈ ലിപി എന്ന് പറയുന്നത്. വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. വലത്തു നിന്ന് ഇടത്തോട്ടാണ് വായിക്കുന്നത്. അപ്പോൾ എന്താണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്? ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ത് സംസ്കാരത്തിൽ നിലനിന്നിരുന്ന അവരുടെ ലിപിയാണ്. ഇതിൽ ചിഹ്നങ്ങളും അക്ഷരങ്ങളും കൂടിച്ചേർന്നവയാണ് ഇത് എഴുതുന്നത്. ഇനി വിശുദ്ധമായ എഴുത്തെന്നാണ് ഇതിൻ്റെ മീനിങ്. വലതു നിന്ന് ഇടത്തോട്ടാണ് വായിക്കേണ്ടത്. ഇനി ശാസ്ത്ര നേട്ടങ്ങൾ. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിക്ക് അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരാണ്. അപ്പോൾ ജ്യാമിതി എന്ന് പറയുന്ന കൺസെപ്റ്റിന് അടിസ്ഥാനമിട്ടത് ആരാണ്? ഈജിപ്തുകാരാണ്. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളാണ്. 30 ദിവസം വീതമുള്ള 12 മാസങ്ങളുള്ളപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത് 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ, അതായത് സോളാർ കാലണ്ടർ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവർ 30 ദിവസം ചേർന്ന് 12 മാസങ്ങളായി തിരിച്ച് ഇതനുസരിച്ച് 365 ദിവസം അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ചൈനീസ് സംസ്കാരമാണ്. ഹൊയാങ്ഹോ നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത്. ഹൊയാങ്ഹോ കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ. കൂടാതെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടു നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. മികവുറ്റ വെങ്കല ശില്പങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഇവരുടെ പ്രത്യേകത മൺപാത്ര നിർമ്മാണം, നെയ്ത്ത്, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയായിരുന്നു. ഇനി എഴുത്തു സമ്പ്രദായം എന്തുവായിരുന്നു? ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുതൽ തന്നെ എഴുത്തു സമ്പ്രദായം നിലനിന്നിട്ടുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രലിപിയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവർ ഇന്നും ആ ലിപി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് ചൈനീസ് ലിപി എന്ന് പറയുന്നത്. ഇപ്പോഴും ഇതുകൂട്ടൊക്കെ തന്നെ ഇരിക്കുകയാണ്.
അടുത്തതാണ് നമ്മുടെ ഇന്ത്യയുടെ ഹാരപ്പൻ സംസ്കാരം. വെങ്കലയുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഏകദേശം BCE 2600 മുതൽ BCE 1900 വരെ ആണ് ഈ സംസ്കാരത്തിൻ്റെ കാലഘട്ടമായി പൊതുവെ കരുതപ്പെടുന്നത്. ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഈ സംസ്കാരം ഉടലെടുക്കുന്നത് സിന്ധു നദീതടത്താണ്. നദീതട സംസ്കാരം എന്നും അറിയപ്പെടുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരം വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം എന്താ? മോഹൻജദാരോ, കാലിബംഗൻ, ലോഥൽ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഹാരപ്പൻ സംസ്കാര കേന്ദ്രങ്ങൾ. ഇനി സർ ജോൺ മാർഷൽ ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എന്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ASI എന്ന് പറയുന്നത്. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു സർ ജോൺ മാർഷൽ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത്. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയത് ആരാണ്? ജോൺ മാർഷൽ എന്ന് പറയുന്നത്. അദ്ദേഹം 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നു. നഗരാസൂത്രണം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളാണ്. പ്രധാന സവിശേഷതയാണ് നഗരാസൂത്രണം. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായി അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. അവരങ്ങനെ ഇരുവശങ്ങളിലുമായിട്ടാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളാലാണ് നിർമ്മാണ പ്രവർത്തനത്തിനായി അവർ ഉപയോഗിച്ചിരുന്നത്. ചുട്ടെടുത്ത ഇഷ്ടികകളായിരുന്നു. അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. വീടുകളിൽ നിന്നുള്ള മലിനജലം തെരുവിലെ അഴുക്കുചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ആയിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം എന്ന് പറയുന്നത്. ഇനി മോഹൻജദാരോയിലെ വലിയ കുളം, ഗ്രേറ്റ് ബാത്ത്. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ. വലിയ കുളമാണ് ഈ നഗരത്തിൻ്റെ ഏറ്റവും സവിശേഷമായ നിർമ്മിതി. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കുവാനായി കുളിമുറികളും ഉണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് വലിയ കുളം. ഇനി അടുത്ത ധാന്യപ്പുര. അപ്പോൾ എന്തൊക്കെയായിരുന്നു സവിശേഷത? ഇതിൽ അടുത്ത സവിശേഷതയാണ് ധാന്യപ്പുര. ഇതിന് മുമ്പ് നഗരാസൂത്രണം, പിന്നെ വലിയ കുളം, ഇനി ധാന്യപ്പുര. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ഗുജറാത്തിലെ റംഗ്പൂർ, ലോഥൽ എന്നിവിടങ്ങളിൽ നിന്നാണ് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. തെളിവ് ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നൊക്കെയാണ്? റംഗ്പൂർ പിന്നെ ലോഥാൽ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ്. ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്രശേഷിപ്പാണ് ധാന്യപ്പുര. ധാന്യങ്ങൾ സംരക്ഷിക്കാനും സൂക്ഷിക്കാനുമാണ് ഇവ ഉപയോഗിച്ചത്. കരകൗശല വിദ്യ. ഹാരപ്പൻ ജനത കരകൗശല വിദ്യയിൽ വൈദഗ്ധ്യം ഉള്ളവരായിരുന്നു. നമുക്ക് കളിപ്പാട്ടം, മുദ്രകൾ, ആഭരണങ്ങൾ, മൺപാത്രം, നർത്തകിയുടെ വെങ്കല പ്രതിമ. മുദ്രകൾ നിർമ്മിച്ചിരുന്നു, കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു, ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു, മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇതൊക്കെയായിരുന്നു ഇവരുടെ കരകൗശല വിദ്യ എന്ന് പറയുന്നത്. സ്വർണവും വെള്ളിയും മുത്തുകളും ചിപ്പികളും കൊണ്ടുണ്ടാക്കിയ മാലകളും കൈവളകളും കർണാഭരണങ്ങളും ഇവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടും അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു. ഹാരപ്പൻ നഗരങ്ങളിൽ നിന്നു കണ്ടെത്തിയ കളിപ്പാട്ടങ്ങൾ, മൺപാത്രങ്ങൾ, വെങ്കല പ്രതിമ എന്നിവയെല്ലാം ഹാരപ്പൻ ജനതയുടെ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നു. മൺപാത്രങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഇവരുടെ ഈ കലാവൈദഗ്ധ്യം പ്രകടമാക്കുന്നവയാണ്. എഴുത്തുവിദ്യ.
എഴുത്തുവിദ്യ എന്താണ്? ഹാരപ്പൻ ജനതയ്ക്ക് അവരുടേതായ എഴുത്തു രീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളാണ് അവർ എഴുതാനായി ഉപയോഗിച്ചിരുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെടുന്നത്. കണ്ടില്ലേ? ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ച. ഏകദേശം BCE 1900 ഹാരപ്പൻ നഗരങ്ങൾ തകർച്ചയെ നേരിട്ടു. ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. ഇവയിൽ ചിലത് നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് തകർച്ചയുണ്ടായതെന്ന്. പിന്നെ പറയുന്നത് നിരന്തരമായ പ്രളയം, വനനശീകരണം, ഭൂമിയുടെ അമിതമായ ഉപയോഗം. ഇതൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് അഭ്യൂഹം. അടുത്തത്, പ്രാചീന കാലത്തെ മനുഷ്യചരിത്രത്തെ രേഖപ്പെടുത്തുക എന്നത് ഏറെ ദുഷ്കരവും ശ്രമപരവുമായ പ്രവൃത്തിയാണ്. എഴുതപ്പെട്ട തെളിവുകൾ ഒന്നും ലഭ്യമല്ലാത്ത ചരിത്രാതീത കാലഘട്ടങ്ങളിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പഠിക്കാൻ ചരിത്രശേഷിപ്പുകളായ പുരാവസ്തു തെളിവുകൾ മാത്രമാണ് നമുക്ക് ആശ്രയം. ഇത്തരം തെളിവുകൾ വിശകലനം ചെയ്താണ് ചരിത്രകാരർ മനുഷ്യരുടെ ഉൽപ്പത്തി മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ഫോസിൽ അവശിഷ്ടങ്ങൾ തെളിവുകൾ നൽകുമ്പോൾ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഗുഹാചിത്രങ്ങളും ശിലായുഗകാലത്തെ മനുഷ്യരെക്കുറിച്ച് നമ്മോട് പറയുന്നു. നവീന ശിലായുഗ കാലത്ത് കൃഷിയുടെ ആരംഭവും സ്ഥിരവാസ കേന്ദ്രങ്ങളുടെ വികാസവും മാനവചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. വെങ്കല യുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങൾ അക്കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ച നേട്ടങ്ങളുടെ ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പ്രാചീന സംസ്കാരങ്ങൾ രൂപപ്പെട്ട രീതികളും അറിവുകളുമാണ് ഇന്നത്തെ സംസ്കാരത്തിന്റെ അടിത്തറ. ഭൂതകാലത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ചവിട്ടുപടികളായിരിക്കാം. ഇത്രയാണ് ഈ ചാപ്റ്റർ പറയുന്നത്. താങ്ക് യു.